إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ശ്രേഷ്ഠമായ റമദാൻ മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അള്ളാഹുവിന്റെ കിതാബിലൂടെ ഈ മാസത്തിന്റെ പ്രത്യേകത ഉണർത്തിക്കൊണ്ട് ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ സന്മാർഗമായി കൊണ്ടുള്ള ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴി വിശദീകരിക്കുന്ന ആ വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുർആൻ. ബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഖുർആൻ. നോക്കൂ, അള്ളാഹുവിന്റെ കലാമിൽ അവന്റെ നബിമാർക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അവസാനത്തേതായ ഖുർആൻ ഈ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുപോലെ അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞ കിതാബുകൾ തൗറാത്തും ഇഞ്ചീലും സബൂറും എല്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇതേ മാസത്തിൽ തന്നെയാണ്, റമദാൻ മാസത്തിൽ തന്നെയാണ്. നോക്കൂ, ഈ മാസവും അള്ളാഹുവിന്റെ കലാമായ ഖുർആനും തമ്മിലുള്ള ബന്ധം അതെത്ര വലിയ ബന്ധമാണ് എന്ന് നമുക്ക് ഈ കാര്യം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഖുർആൻ റബ്ബിന്റെ കലാമിൽ ഒന്നാണ്, അള്ളാഹുവിന്റെ സംസാരങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ സംസാരം എന്നാൽ അത് ഖുർആൻ മാത്രമല്ല, മറിച്ച് അവന്റെ സംസാരത്തിനറ്റമില്ല. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഭൂമിയിലെ സമുദ്രങ്ങളെല്ലാം മഷിയും, ഈ ഭൂമിയിലെ പേനകളെല്ലാം, ഈ ഭൂമിയിലെ മരങ്ങളെല്ലാം പേനകളുമാക്കിയാലും മനഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നു പോവുകയില്ല. കാരണം അള്ളാഹു തുടക്കമില്ലാത്തവനാണ്, അവൻ അവ്വലാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവൻ ആഖിറാണ്, അഥവാ അവൻ ഒടുക്കമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ സംസാരത്തിനും അറ്റമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ ആദം അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ സ്വർഗവാസികളോട് നാളെ പരലോകത്ത് സംസാരിക്കും. അവന്റെ കലാമിനറ്റമില്ല. ആ കലാമിൽ ഒന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ അവൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത അവന്റെ കലാമാണ്. അതവർ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ ഖുർആനുമായുള്ള ബന്ധം അത് ഏറ്റവും നന്നാക്കുകയും മുമ്പുള്ള മാസങ്ങളിലേക്കാൾ മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ അത് മനോഹരമായി ഏറെ ഉത്സാഹത്തോടെ അബന്ധം പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിന് അവന്റെ അടിമകളിൽ അഹ്ലുകാരുണ്ട്. അഹ്ൽ എന്നാൽ ആരാണ്? അഹ്ൽ എന്നാൽ അള്ളാഹുവിന് ഏറ്റവും അടുപ്പമുള്ളവർ, അവന്റെ പടപ്പുകളിൽ അവന്റെ സ്വന്തക്കാർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആനാണ്. ഹും അഹ്ലുല്ലാഹി വഖാസ്സതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിന്റെ ആളുകൾ ആരോ, ഖുർആനിന്റെ അഹ്ലുകാരാരോ അവരാണ് അഹ്ലുല്ലാഹ് വഖാസ്സതുഹു. അള്ളാഹുവിന്റെ സ്വന്തക്കാരും അവന്റെ അരികിൽ പ്രത്യേകമായ സ്ഥാനമുള്ള ആളുകളും. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ അഹ്ലുകാരാകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? എങ്ങനെയാണ് ഒരാൾ ഖുർആനിന്റെ അഹ്ലാണ് എന്ന് പറയുക സാധ്യമാവുക? യാതൊരു സംശയവുമില്ല, ഖുർആനിന്റെ അഹ്ലുകാരെന്നാൽ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത ആളുകളാണ്. ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ആളുകളാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ. ഈ മാസത്തിൽ ഈ കിതാബുമായുള്ള നമ്മുടെ ബന്ധം അത് നന്നാക്കണോ, അത് ഏറ്റവും മനോഹരമാക്കണോ? ഇതായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന പടികൾ ഖുർആനുമായി നമുക്ക് എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കുകയും അത് നന്നാക്കുകയും ചെയ്യുക. ഒന്നാമത്, പ്രിയമുള്ളവരെ, ഖുർആൻ കേൾക്കാൻ പരമാവധി പരിശ്രമിക്കുക. ഖുർആനിന്റെ ഇസ്തിമാ, അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് തന്നെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഇത് കേൾക്കുക എന്നത് തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അത് കേൾക്കുമ്പോൾ നോക്കൂ, മനസ്സിന് എന്തെന്നില്ലാത്ത, അറിയിക്കാൻ സാധിക്കാത്ത ആസ്വാദനവും ഈമാനികമായ ഉന്മേഷവുമെല്ലാം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയുണ്ടായി, ഇന്നമൽ മുഅ്മിനൂൻ الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. മുഅ്മിനുകളായ ആളുകൾ അവരാരാണ്? ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ എന്നാൽ ഇതാ ഈ കൂട്ടർ മാത്രമാണ്. الذين إذا ذكر الله وجلت قلوبهم, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണവർ. وإذا تليت عليهم آياته, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ زادتهم إيمانا, ഈമാൻ വർദ്ധിക്കുന്നവരാണവർ. وعلى ربهم يتوكلون, തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളുമാണവർ. നോക്കൂ, അല്ലാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞത്, അവർ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണ്. وإذا تليت عليهم آياته, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ زادتهم إيمانا, ഈമാൻ വർദ്ധിക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ സഹോദര, നിന്റെ ഹൃദയത്തിൽ അത് ചലനമുണ്ടാക്കണം, നിന്റെ ഹൃദയം അതിനോട് പ്രതികരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയുണ്ടായി, അവർക്ക് അർ-റഹ്മാൻ എന്ന സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതിക്കൊടുക്കുകയുണ്ടായി, അവർ നിങ്ങളെക്കാൾ നന്നായി എന്നോട് പ്രതികരിക്കുകയുണ്ടായി ഈ ഖുർആൻ കേട്ടപ്പോൾ. കാരണം ഈ ഖുർആൻ അത് മനുഷ്യർക്ക് മാത്രമല്ല, അത് ജിന്നുകൾക്ക് കൂടി അവതരിപ്പിക്കപ്പെട്ട ഖുർആനാണ്. അതുകൊണ്ടാണ് നോക്കൂ, അവർ ആ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കേൾക്കാൻ വന്നതായി അല്ലാഹുവിന്റെ കിതാബിൽ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് അല്ലാഹുവിന്റെ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ഈ ഖുർആൻ കേൾക്കുകയുണ്ടായി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു. അജബാണ് ആ ഖുർആൻ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലർ റുശ്ദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണത്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ഖുർആൻ ആദ്യത്തെ തവണ ഒരു തവണ കേട്ടപ്പോൾ തന്നെ അവർക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായ ഏറ്റവും വലിയ പാഠം എന്താണ്?
ഖുർആനിൽ നിന്ന് ഒരാൾക്ക് ആദ്യം ലഭിക്കേണ്ട പാഠം എന്താണ്? വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിന്റെ ഒരു കേവല പരിഭാഷയെങ്കിലും വിശദീകരണങ്ങളൊന്നുമില്ലാത്ത കേവലം അതിന്റെ അർത്ഥമെങ്കിലും വായിച്ച ഏതൊരാൾക്കും അയാൾ മുസ്ലിം ആകണമെന്ന് കൂടിയില്ല. അഥവാ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൂടി അത് വായിച്ചാൽ മനസ്സിലാകും ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്. അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്തുകൂടൂ, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് മനസ്സിലാകും. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവർ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു അതിന്റെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചില ജിന്നുകൾ വരികയുണ്ടായി. വൈസറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു കൂട്ടം ജിന്നുകളെ ഞാൻ താങ്കളുടെ അരികിലേക്ക് അയക്കുകയുണ്ടായി. അവരവരുടെ ജനതയുടെ അരികിലേക്ക് താക്കീതുകാരായി തിരിച്ചുപോയി എന്നാണ്. അവർ ജനങ്ങളോട് പറഞ്ഞു, ഇത് അള്ളാഹുലേക്ക് വിളിക്കുന്ന ഈ റസൂലിനെ നിങ്ങൾ പിൻപറ്റൂ, അള്ളാഹുവിൽ അവന്റെ ദീനിൽ പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ജിന്നുവർഗത്തിന് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ സൂറത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായ ആയത്തുണ്ടല്ലോ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ആലായിൽ, നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളിൽ, റബ്ബികുമ രണ്ട് സമൂഹങ്ങളെ അഥവാ മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ എന്തിനെയാണ് നമുക്ക് തള്ളി പറയാൻ സാധിക്കുക? അള്ളാഹു അല്ലാത്ത മറ്റാരാണ് നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയത്? ഇല്ല, ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ അവരോട് ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ, ഈ സൂറത്ത് ഓതിക്കൊടുത്തപ്പോൾ, ഈ ആയത്ത് എത്തുമ്പോഴെല്ലാം അവർ പറയുകയുണ്ടായി, ഇല്ല റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെ പോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങളെക്കാൾ നന്നായി അവരെന്നോട് ഇതിന് പ്രതികരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഖുർആൻ അതിനുള്ളതാണ്. അത് മനസ്സിൽ മാറ്റമുണ്ടാക്കണം. അത് കേട്ടാൽ ഹൃദയം നടുങ്ങണം, കണ്ണുകളിലൂടെ കണ്ണുനീരൊലിക്കണം. അതല്ല, അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് ഒരു ചലനവും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ലേ? ഒന്നും നിനക്ക് സംഭവിക്കുന്നില്ലേ? ഹൃദയം അത്രമാത്രം കടുത്തുറച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഹൃദയത്തിന് ഖസ്വത്ത്, കാഠിന്യം ബാധിച്ചിരിക്കുന്നു. അതിന്റെ നൈർമല്യവും അതിന്റെ പരിശുദ്ധിയുമെല്ലാം എങ്ങോ എവിടെയോ പോയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ, തിന്മകൾ കാരണത്താൽ നമ്മൾ പരലോകത്തെക്കുറിച്ച് ആലോചനയില്ലാത്ത ദുനിയാവിൽ അങ്ങ് മുങ്ങി അതിന്റെ അഗാധ തലങ്ങളിൽ എത്തിപ്പോയ, തലമൊക്കി നോക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കേണ്ടതായിരുന്നു. എങ്ങനെയാണ് ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കാതിരിക്കുക? ആലോചിച്ചു നോക്കൂ. അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത്, ഇതെങ്ങാനും ഒരു പർവ്വതത്തിനു മുകളിൽ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം എന്തായി തീരുമായിരുന്നു? ആ പർവ്വതം പൊട്ടിത്തകരുമായിരുന്നു. മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. നോക്കൂ, ശക്തിക്ക്, ഉറപ്പിന്, കാഠിന്യത്തിനെല്ലാം ഉദാഹരണമായി നമ്മൾ പറയുന്നതാണ് പർവ്വതങ്ങൾ. ആ പർവ്വതത്തിനുമേൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടാൽ ആ പർവ്വതം പൊട്ടിത്തകർന്നു പോകുമെന്ന് അള്ളാഹു അവന്റെ കിതാബിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് മിമ്പർ നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് അവിടുന്ന് ചാരി നിന്നിരുന്ന, ഊന്നി നിന്നിരുന്ന ഒരു ഈത്തപ്പനത്തടി മിമ്പർ നിർമ്മിക്കപ്പെട്ടു. ആ ഈത്തപ്പനത്തടിയെ അങ്ങോട്ടേക്ക് നീക്കിയപ്പോൾ അത് കരയുന്ന ശബ്ദം ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം. സഹാബത്ത് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അവിടെ സന്നിഹിതരായിരുന്ന സഹാബത്ത് കേൾക്കുകയാണ് അത് കരയുന്ന ശബ്ദം. ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ, ചെറിയ കുഞ്ഞ് ഏങ്ങലടിച്ച് തേങ്ങി കരയുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ആ ഈത്തപ്പനത്തടി കരയുന്ന ശബ്ദം അതാ സഹാബത്ത് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അരികിലേക്ക് ചെല്ലുകയും അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ഏങ്ങി ഏങ്ങി കരച്ചിൽ നിർത്തുന്നത്, അതുപോലെ അത് തേങ്ങി തേങ്ങി
കരച്ചിൽ നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനായിരുന്നു അത് കരഞ്ഞത്? അതിന്റെ അരികിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന അല്ലാഹുവിന്റെ ദിക്ർ, അവന്റെ ഖുർആൻ അത് കേട്ടിരുന്നതിനാൽ, അത് അകലെയായി പോയിരുന്നതിനാൽ അതിനാണ് കരഞ്ഞത്. മഹാനായ താബിഈ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, മനുഷ്യരെ, സഹോദരങ്ങളെ, ഈത്തപ്പനത്തടിയേക്കാൾ, ആ പർവ്വതത്തെക്കാൾ അള്ളാഹുവിന്റെ കിതാബ് കേട്ടാൽ ചലനമുണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിനായിരുന്നു, കരയേണ്ടത് നമ്മളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? നമ്മുടെ ഹൃദയത്തിന് കേടുപാട് സംഭവിച്ചതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മുൻകഴിഞ്ഞ സമുദായങ്ങളെ കുറിച്ച്, അവരിൽ പലരും ഈ ദീനിലേക്ക് വന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ കിതാബ് കേട്ടപ്പോൾ അവർ കരയുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടില്ലേ നജ്ജാശിയുടെ ചരിത്രം? അബ്സീനയിലെ ഭരണാധികാരിയായിരുന്ന, ക്രൈസ്തവനായിരുന്ന, നസ്രാനിയായിരുന്ന നജ്ജാശി, ആ ഭരണാധികാരിയുടെ അരികിൽ മഹാനായ സഹാബി ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് നജ്ജാശി ചോദിച്ചു, നിങ്ങളുടെ റസൂലിന് ഈ നബിയുടെ അരികിൽ അദ്ദേഹം കൊണ്ടുവന്ന വല്ലതും നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് കേൾപ്പിച്ചു തരാൻ. ബുദ്ധിമാനായ സഹാബി ജഅഫർ ബിൻ അബി താലിബ് സൂറത്തു മറിയം ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കാഫ് ഹായ ഐൻ സാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്തുകളുള്ള സൂറത്തു മറിയം അതാ നജ്ജാശി കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊലിച്ച് അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിർന്നുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, യഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അല്ലാഹു മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞു, അവർ കരഞ്ഞുകൊണ്ട് അതാ സുജൂദിൽ വീഴുന്നു. അവർ സുജൂദിൽ വീഴുന്നു കരഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ കിതാബ് കേട്ടതുകൊണ്ട്. എന്തേ അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ വരാത്തത്, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ചലനവും ഇല്ലാത്തത്? അള്ളാഹുവിന്റെ കിതാബ് ആ കിതാബ് തന്നെ, അള്ളാഹുവിന്റെ കലാം ആ കലാം തന്നെ, അതിൽ മാറ്റമില്ല. പിന്നെ മാറിപ്പോയത്, കേടുപാട് സംഭവിച്ചത്, പരിക്കുപറ്റിയത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങൾക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അള്ളാഹുവിനെ ഓർത്ത് നിനക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ഹൃദയത്തെ ഓർത്ത് നീ കരഞ്ഞുകൂടുക. ഹൃദയത്തിന് അത്രയും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്താണ് അതിന് സംഭവിച്ചത് എന്ന് പരിശോധിക്കൂ. എവിടെയാണ് നമുക്ക് പാളിപ്പോയത് എന്നാലോചിക്കൂ. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങൂ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, അവനോട് പാപമോചനം തേടൂ. ഹൃദയം നന്നാക്കി തരാൻ അവനോട് ദുആ ചെയ്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയ കാര്യമാണ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത വിജ്ഞാനത്തിൽ നിന്ന്. ومن قلب لا يخشع, ഖുശൂഅ ഇല്ലാത്ത, അല്ലാഹുവേ നിന്റെ ഭയഭക്തി നിറയാത്ത ഹൃദയത്തിൽ നിന്ന്, എന്റെ ഹൃദയം അങ്ങനെയുള്ള ഹൃദയമായി പോകുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. കൊതി തീരാത്ത, ആശ തീരാത്ത, അത്യാർത്തിയിൽ മുങ്ങിയിട്ടുള്ള മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ നമ്മൾ പുനഃപരിശോധിക്കുക. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽ ഒന്നാണ് ഖുർആൻ കേൾക്കുക എന്നത്. ഖുർആൻ ഓതുക, പഠിക്കുക എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സുന്നത്തുകളിൽ ഒന്നാണ് ഖുർആൻ കേൾക്കുക എന്നതും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഖുർആനിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒന്ന് എനിക്ക് ഖുർആൻ ഓതി തരൂ, ഖുർആൻ ഞാൻ കേൾക്കട്ടെ. ഇബ്നു മസ്ഊദ് ചോദിച്ചു, അഖറഉ അലൈക വഖദ് ഉൻസില അലൈക, നബി അങ്ങേക്കാണല്ലോ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, എന്നിട്ട് അങ്ങേക്ക് ഞാൻ ഇത് ഓതി തരികയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് അത് ഓതി കേൾക്കുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും നല്ല ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, അദ്ദേഹം രാത്രി ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിന് പുറത്തു നിന്ന് കേൾക്കുകയുണ്ടായി. നബി പിറ്റേന്ന് അബൂ മൂസയോട് പറഞ്ഞു, അബൂ മൂസ ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീർ ആലി ദാവൂദ്,
ദാവൂദ് അലൈഹിസ്സലാമിന്റെ മിസ്മാർ, ആ ഈണത്തിലുള്ള പാരായണം, ദാവൂദ് കുടുംബത്തിന്റെ ആ പാരായണം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു ദാവൂദ് നബിയുടെ പാരായണം? അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പക്ഷികൾ അതിൽ പങ്കുചേരുമായിരുന്നു. അദ്ദേഹം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുമ്പോൾ പർവ്വതങ്ങളും പക്ഷികളും അതിൽ പങ്കുചേരുമായിരുന്നു എന്ന് ഖുർആനിൽ കാണാം. മനോഹരമായ ശബ്ദമായിരുന്നു ദാവൂദ് അലൈഹിസ്സലാമിന്റെ. ആ ശബ്ദവും ഈണവും, ആ ഈണം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അബൂ മൂസയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അതൊന്നുകൂടി മനോഹരമാക്കുമായിരുന്നു. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുക എന്നത് സുന്നത്തായ നല്ല കാര്യമാണ്. എന്തിനു വേണ്ടി? തന്റെ ശബ്ദം തനിക്ക് ഇത്ര നന്നായി ഓതാൻ അറിയാം എന്ന ആളുകളെ കേൾപ്പിക്കാൻ അല്ല, ആ നീയത്തിലല്ല, മറിച്ച് തനിക്കും അത് കേൾക്കുന്ന ആളുകൾക്കും കൂടുതൽ ഖുശൂ അതിലൂടെ ഉണ്ടാകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുമാണ്. സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കുക. പറഞ്ഞു വന്നത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിത്തരാൻ പറഞ്ഞു. ബിൻ മസ്ഊദ് ഓതിക്കൊടുത്തു. സൂറത്തുൻ നിസാ ആരംഭിച്ചു. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. എല്ലാ ഉമ്മത്തിൽ നിന്നും നാളെ പരലോകത്ത് ഒരു സാക്ഷിയെ നാം കൊണ്ടുവരികയും ഈ സമുദായത്തിനുള്ള സാക്ഷിയായി അവർക്ക് ഈ ദീനെത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിനുള്ള സാക്ഷിയായി നബിയെ അങ്ങേ നാം കൊണ്ടുവരികയും ചെയ്യുന്ന രംഗം എന്തായിരിക്കും എന്ന ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്. ഇബ്നു മസ്ഊദ് മതി. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുകയാണ് നബിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. നോക്കൂ, നബിയുടെ സുന്നത്താണ് ഖുർആൻ കേൾക്കുക, അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത്. അതുകൊണ്ട് ഈ റമദാനിൽ ഖുർആൻ പാരായണം കേൾക്കുക എന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനും നമ്മൾ നേരം കണ്ടെത്തുക. പ്രത്യേകിച്ച് നോക്കൂ, ഈ മാസത്തിൽ ഖുർആൻ ധാരാളമായി നമ്മളെ കേൾപ്പിക്കാൻ ഉതകുന്ന ഇബാദത്തുകളാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. തറാവീഹ് നിസ്കാരം നോക്കൂ, ദീർഘമായി ഇമാം പതിവിൽ നിന്ന് വിപരീതമായി പാരായണം ചെയ്യുന്നു. അതാളുകൾ കേൾക്കുക എന്നത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ഖുർആൻ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അത് കേവല കേൾവിയായാൽ പോരാ, മറിച്ച് ഹൃദയം കൊണ്ട് അത് നന്നായി ചെവി കൊടുത്ത് കേൾക്കുക, ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കുക. അപ്പോഴാണ് അത് ഏറ്റവും പ്രയോജനപ്പെടുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക ലദിക്റാ, ഇതാ ഈ ഖുർആനിൽ ഓർമ്മപ്പെടുത്തലുണ്ട്, ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ള ഒരുവന് ശ്രദ്ധിക്കുന്ന ഹൃദയമാണത്. അത് ചത്തുപോയ ഹൃദയമല്ല, രോഗം പിടിച്ച ഹൃദയമല്ല, മറിച്ച് അത് ശ്രദ്ധിക്കുന്ന ഹൃദയം, അശ്രദ്ധയിലാണ്ട ഹൃദയമല്ല, അത് ശ്രദ്ധിക്കുന്ന ഹൃദയമാണ്. എങ്കിൽ ആ ഹൃദയത്തിന്റെ രോഗം അതിലൂടെ നീങ്ങുന്നതാണ്. എത്ര ചത്ത ഹൃദയങ്ങൾക്കാണ് ഈ ഖുർആൻ കൊണ്ട് ജീവൻ വെച്ചിട്ടുള്ളത്. എത്ര രോഗം പിടിച്ച ഹൃദയങ്ങൾക്കാണ് ഈ ഖുർആൻ മുഖേന സുഖപ്പെട്ടിട്ടുള്ളത്. ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്, അതാ കാതുകൊടുത്ത് അവിടെ സാക്ഷിയായി കേൾക്കുന്നവന് ഈ ഖുർആൻ പ്രയോജനം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ കിതാബിൽ സൂറത്തു ഖാഫിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഖുർആൻ ഓതുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മനോഹരമായ ഖുർആൻ പാരായണം സഹോദരങ്ങളെ, അത് നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കും. അതിന്റെ അർത്ഥമറിയാതെയാണ് ഒരാൾ കേൾക്കുന്നത് എങ്കിൽ പോലും അത് ഹൃദയത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട്, അതിന്റെ സാരം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ തഫ്സീർ പഠിച്ചുകൊണ്ടൊക്കെയാണ് ഒരാൾ കേൾക്കുന്നത് എങ്കിലോ അതിന്റെ ഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമായിരിക്കും. അതുകൊണ്ട് ഖുർആൻ കേൾക്കുക സഹോദരങ്ങളെ, ഖുർആൻ കേൾക്കുക. രണ്ടാമത്തെ കാര്യം ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഖുർആൻ ഓതുക. സാധിക്കുന്നത്ര പ്രിയ സഹോദരങ്ങളെ ഖുർആൻ ഓതുക. ഈ മാസത്തിൽ പരമാവധി ആ ഖിറാഅത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് എത്രയാണോ ഓതാൻ സാധിക്കുന്നത് അത്ര ഓതുക. എത്ര അധികം ഓതാൻ നമുക്ക് എങ്ങനെ സാധിക്കുമോ അത് നമ്മൾ പരിശ്രമിക്കുക. നല്ല ഉണർവുള്ള നേരത്ത് വല്ലാതെ ശബ്ദമെടുത്ത് തളർന്നു പോകാത്ത രൂപത്തിൽ നമ്മൾ പതുക്കെ ഒരൽപ്പം മാത്രം ശബ്ദമുയർത്തി
പാരായണം ചെയ്യുക. എന്തിനു വേണ്ടി? കൂടുതൽ നന്നായി പാരായണം ചെയ്യാൻ അപ്പോഴാണ് സാധിക്കുക. കൂടുതൽ അധികം പാരായണം ചെയ്യാൻ അപ്പോഴാണ് സാധിക്കുക. ആ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ വല്ലദി യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. ഖുർആനിൽ മാഹിറായ ഒരാൾ, അൽ മാഹിറു ഫിൽ ഖുർആൻ, മാഹിർ എന്നാൽ നല്ല നൈപുണ്യമുള്ള ആൾ എന്നാണ് അർത്ഥം. അഥവാ ഖുർആൻ നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾ. അൽ മാഹിറു ഫിൽ ഖുർആൻ, അവനുള്ള സ്ഥാനം എന്താണ്? മഅ സഫറത്തിൽ കിറാമിൽ ബററ, അവൻ സഫറത്തിന്റെ അല്ലാഹുവിന്റെ സന്ദേശവാഹകരായ അൽ കിറാം, അല്ലാഹുവിന്റെ ആദരണീയരായ പടപ്പുകളായ അൽ ബററ, പുണ്യവാന്മാരായ സൃഷ്ടികളായ മലക്കുകളോടൊപ്പമാണ് അവന്റെ സ്ഥാനം. അൽ മാഹിറു ഫിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയൊന്നും ഖുർആനിൽ നൈപുണ്യമില്ലാത്ത ആളെ കുറിച്ച് പറയുകയാണ്, വല്ലദി യഖറഉൽ ഖുർആൻ. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്? വയതതഅതഉ ഫീഹി, തപ്പിത്തടഞ്ഞാണ് അയാൾ പാരായണം ചെയ്യുന്നത്. ശരിക്കറിയില്ല, എന്നാലും അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വഹുവ അലൈഹി ശാഖുൻ, അവനത് എളുപ്പമല്ല, പ്രയാസമുണ്ട്. ലഹു അജ്റാൻ, അവന് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അഥവാ അവന്റെ പരിശ്രമത്തിന്റെ, അവന്റെ പാരായണത്തിന്റെ പ്രതിഫലം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഓതാൻ അറിയില്ലേ? ഇതാ ഈ മാസമല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മളത് പഠിക്കുക? ഈ മാസം അത് പഠിച്ചില്ല എങ്കിൽ എപ്പോഴാണ് നമ്മളത് പഠിക്കുക? ഈ മാസം ഇബാദത്തിന് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ള, ഇബാദത്തിലേക്ക് മുസ്ലിമീങ്ങൾ മുന്നോട്ട് വരുന്ന ഈ മാസം സഹോദരങ്ങളെ ശ്രമിച്ചു നോക്കൂ. ഈ റമദാൻ കൊണ്ട് എത്ര ആളുകളാണ് ദീൻ പഠിക്കാൻ അതിൽ വലിയ പടികൾ കടന്നിട്ടുള്ളത്? എത്ര ആളുകളാണ് തിന്മയിലകപ്പെട്ട? എത്ര ആളുകളാണ് റമദാനിലെ നന്മകൾ കൊണ്ട്, റമദാനിലെ ഖുർആനും അതുകൊണ്ടുള്ള ഉത്ബോധനവും കൊണ്ട് ജീവിതം മാറ്റി നല്ല ആളുകളായി മാറിയിട്ടുള്ളത്? അതുകൊണ്ട് ഈ മാസം അവസരമാണ്. പ്രിയ സഹോദരങ്ങളെ, പഠിക്കൂ. അത് പാരായണത്തിൽ തെറ്റുകളുണ്ടോ? തിരുത്താൻ ശ്രമിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവന് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നത്. സഹോദര, നിനക്ക് അക്ഷരത്തെറ്റില്ലാതെ ഈ കിതാബ് പാരായണം ചെയ്യാൻ അറിയുമോ? മുസ്ഹഫിൽ ഏത് ഭാഗം മറിച്ചാലും നിനക്ക് തെറ്റില്ലാതെ ആ പേജ് പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്, എത്ര വലിയ അനുഗ്രഹമാണ്. അതറിയാത്ത എത്ര ആളുകളുണ്ട്. ഖുർആൻ തീരെ അറിയാത്ത ആളുകളുണ്ട്. പ്രായമേറിയ പല ഉമ്മമാരുമുണ്ട്. അവർക്കറിയുക കാണാതെ പഠിച്ചിട്ടുള്ള ചെറിയ ചില സൂറത്തുകൾ മാത്രമാണ്. അവർ അവരുടെ പേരമക്കളോടും മറ്റും ഓതിക്കൊടുക്കാൻ പറയും, ഒന്ന് കേൾക്കാൻ വേണ്ടി, അതൊന്ന് കേൾക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ചെവി കേൾക്കാത്ത ഒരു സഹോദരൻ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം പറയുകയുണ്ടായി, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ജീവിതത്തിലില്ല. ഞാൻ പറയുന്നത് ആംഗ്യ ഭാഷയിലൂടെ ഭാര്യയ്ക്ക് മനസ്സിലാകും, മക്കൾക്കൊക്കെ ഏതാണ്ട് മനസ്സിലാകും. ഒരൊറ്റ പ്രയാസമേ മനസ്സിലുള്ളൂ, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന്. ഖുർആൻ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച്, അത് ഓതാൻ സാധിക്കുന്നു എന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് ഉപയോഗപ്പെടുത്തു. അറിയാത്തവരെ പഠിക്കൂ സഹോദരങ്ങളെ, പഠിക്കൂ. ഇന്ന് പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. പഠിച്ച എത്ര ആളുകളുണ്ട്. അവരോട് പോയി എന്റെ പാരായണമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കരുത്. ലജ്ജയും അഹങ്കാരവും ഉള്ളവർ ഒന്നും പഠിക്കുകയില്ല എന്ന് മഹാന്മാരായ ചില താബിഈകൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പഠനത്തിൽ ലജ്ജ പാടില്ല, പഠനത്തിൽ അഹങ്കാരം പാടില്ല. പഠിക്കുക, ഖുർആൻ പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഖുർആനാണ്. നിങ്ങൾ നോക്കുന്നതിൽ ഏറ്റവും നല്ല കാഴ്ച അത് ഖുർആനാണ്. കേൾക്കുന്നതിൽ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. ഓതു, പാരായണം ചെയ്യൂ. എന്താണ് അതിന്റെ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു കദാ വകദാ ഹസന, അവന് ഇന്ന നന്മയുണ്ട് അത് മുഖേന. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടിയായിട്ടാണ് രേഖപ്പെടുത്തുക. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് കേവലം ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്,
ലാമൊരക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 1 10 എന്ന പ്രതിഫലം അലിഫ് ലാം മീം എന്നോദിയാൽ നോക്കൂ, ഒരൊറ്റ ശ്വാസത്തിൽ ഒരു നിമിഷം പോലും വേണ്ടതില്ല അതൊന്ന് ഓതാൻ, ഒരു പ്രയാസവുമില്ല അത് പാരായണം ചെയ്യാൻ. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 30 പ്രതിഫലമാണ്. മറ്റേത് ഗ്രന്ഥത്തിനുണ്ട്, മറ്റാരുടെ സംസാരത്തിനുണ്ട്. മുസ്ഹഫ് എടുത്ത് നോക്കൂ, ഒരു പേജ് ഓതി തീരാൻ എത്ര സമയമേ നമുക്ക് വേണ്ടതുള്ളൂ? വളരെ കുറഞ്ഞ സമയം. അതുകൊണ്ട് നോക്കൂ, ഇതാ ഈ മാസം ധാരാളമായി അള്ളാഹുവിന്റെ കലാം സാധിക്കുന്നത്ര പ്രിയമുള്ളവരെ പാരായണം ചെയ്യൂ, അത് ഓരൂ. അതിലെ അജായിബുകളിൽ, അതിലെ അത്ഭുതങ്ങളിൽ നിന്ന് നോക്കൂ, അതിന്റെ അർത്ഥം പഠിച്ചാൽ നമുക്കത് സാധിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഖുർആനിന്റെ അഹ്ലുകാരായി മാറാൻ ഈ റമദാനിലൂടെ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. സഹോദരങ്ങളെ, ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഖുർആൻ സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കുക എന്നതാണ്. ഖുർആൻ ഹിഫ്ളാക്കുക എന്നത്. സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ പോലെ നിറക്കാൻ മനോഹരമായ മറ്റൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ കലാം വഹിക്കുന്ന ഹൃദയം എന്നാൽ അത് മറ്റുള്ള ഹൃദയങ്ങൾ പോലെയല്ല. ഒരുവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കലാമുണ്ട്, അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ഒരാൾ നാളെ പരലോകത്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനോട് പറയപ്പെടും, ഇഖ്റ വർഖ, നീ ഓതുക, നീ ഉയർന്നു പോവുക. നീ ദുനിയാവിൽ എങ്ങനെയായിരുന്നോ തർത്തീലോടെ മനോഹരമായി അവധാനതയോടെ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്, അതുപോലെ ഓതുക. വേഗം ഓതിപ്പോകണമെന്നില്ല, നീ ദുനിയാവിൽ ഓതാറുണ്ടായിരുന്നതുപോലെ പാരായണം ചെയ്യുക. ഈ സ്വർഗത്തിലെ നിന്റെ മൻസിൽ, നിന്റെ സ്ഥാനം, നിന്റെ പാരായണം എവിടെ അവസാനിക്കുന്നുവോ, നീ ഓതുന്നതിൽ അവസാനത്തെ ആയത്ത് എവിടെയാണോ അവിടെയാണ്. നമുക്കറിയാം, സ്വർഗമെന്നാൽ അത് 100 ദറജകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം അത് ഫിർദൗസാണ്. അതിലേറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. ഓരോ മൻസിലും, സ്വർഗത്തിലെ ഓരോ ദറജയും ഒന്നിനേക്കാൾ എത്രയോ മുകളിലാണ്. ഉയർന്നു പോകുന്ന ഉന്നതമായ സ്ഥാനങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതിലേറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കുക ഖുർആനിന്റെ ആളുകൾക്കാണ് എന്ന് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഹൃദിസ്ഥമാക്കി അത് മനഃപ്പാഠമാക്കിയ മക്കളുടെ രക്ഷിതാക്കൾക്ക് പോലും പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയുകയുണ്ടായി. അവരുടെ ശിരസിൽ പരലോകത്ത് ആദരവിന്റെ കിരീടങ്ങൾ അണിയിക്കപ്പെടും, അവർ അപ്പോഴും ആദരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, മുസ്ലിമീങ്ങളുടെ ഈ പാഠം പഠിച്ച മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ്, അവരുടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ പൊതുരീതിയാണ്. കൊച്ചുമക്കളെ, ചെറിയ കുട്ടികളെ അല്ലാഹുവിന്റെ കലാം ഖുർആൻ പഠിപ്പിക്കുക, ഹിഫ്ളാക്കുക, അവരെ തഹ്ഫീദ് ചെയ്യുക, അഥവാ അവരെ അത് മനഃപ്പാഠമാക്കാൻ അവരെ അതിന് പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ മാറ്റിയിരുത്തുകയും ചെയ്യുക എന്നത്. അത് സഹോദരങ്ങളെ, കുട്ടികൾക്ക് മാത്രമുള്ള കാര്യമാണോ? അല്ല. പ്രായമേറിയവരെ, 40 കഴിഞ്ഞവരെ, 50ഉം 60ഉം കഴിഞ്ഞവരെ അള്ളാഹുവിന്റെ കിതാബ് മനഃപ്പാഠമാക്കുന്നതിൽ നിരാശ വേണ്ടതില്ല. അതെനിക്ക് സാധിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ പ്രത്യേകം ഒരു തലക്കെട്ട് തന്നെ കൊണ്ടുവന്നത് കാണാം. നബിയുടെ സഹാബത്ത് അവർ ദീൻ പഠിച്ചത് കിബാറൻ, വലിയ പ്രായം ചെന്നതിന് ശേഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് തന്നെ നബിക്ക് 40 വയസ്സ് തികഞ്ഞപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ 63 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നമ്മുടെ റസൂൽ അത് പൂർണ്ണമായും നബിയുടെ മനസ്സിൽ നിറഞ്ഞത് ആ പ്രായമെത്തിയപ്പോഴാണ്. നബിയേക്കാൾ 2 വയസ്സ് മാത്രമാണ് പ്രായക്കുറവ് അബൂബക്കർ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായത്തിൽ മൂപ്പുണ്ടായിരുന്ന സഹാബത്തുണ്ടായിരുന്നു.
പ്രായം കൊണ്ട് നബിയേക്കാൾ മൂത്തവരായ സഹാബത്തുണ്ടായിരുന്നു. അവർ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിച്ചത്? പ്രായം വൈകിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ, ദീൻ പഠിക്കാൻ പ്രായം തടസ്സമല്ല. മഹാന്മാരായ അഹ്ലുസ് സുന്നത്തിന്റെ ഉലമ, പണ്ഡിതന്മാരിൽ എണ്ണമറ്റ ആളുകൾ പ്രായമേറിയതിനു ശേഷം പഠിച്ച ആളുകളായിരുന്നു. ഒരുപാട് ആളുകൾ ദീൻ പഠിക്കാൻ ആരംഭിച്ചത് പ്രായമേറിയതിനു ശേഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. പഠിച്ചു തുടങ്ങൂ, അള്ളാഹുവിന്റെ കലാം ഹിഫ്ളാക്കി തുടങ്ങൂ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയട്ടെ, നിങ്ങളുടെ ജീവിതം അത് മറ്റൊരു പുതിയ താൾ ആ ജീവിതത്തിൽ ആരംഭിച്ചതായി നിങ്ങൾക്ക് അതിലൂടെ അനുഭവപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടും, യാതൊരു സംശയം. നിങ്ങൾ എഴുതി വെച്ചോളൂ. അള്ളാഹുവിന്റെ കലാം എങ്ങാനും പഠിക്കാൻ, അത് മനഃപ്പാടമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുക. അതിനൊരു നേരം മാറ്റിവെക്കുകയാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. നിങ്ങളുടെ ഹയാത്ത് ഇതുവരെ സഞ്ചരിച്ച വഴിയിൽ നിന്ന് മനോഹരമായ മറ്റൊരു വഴിയിലേക്ക് മാറി സഞ്ചരിക്കുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അനുഭവപ്പെടും, യാതൊരു സംശയവുമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് പടപ്പുകളുടെ സംസാരമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. നിന്റെ റബ്ബിന്റെ സംസാരം. അവനാണ് സംസാരിക്കുന്നത്, അവനാണ് പറയുന്നത്. അതുകൊണ്ട് അവന്റെ കലാം മനഃപ്പാടമാക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സമയം നീ മാറ്റിവെച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അതിനേക്കാൾ നല്ലത് പകരം നൽകുകയില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനേക്കാൾ നിനക്ക് ഔദാര്യമുണ്ട്, റബ്ബിനേക്കാൾ വലിയ കരിയം നീയാണ് എന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചു പോകരുത്. അള്ളാഹു ഏറ്റവും നല്ലത് പകരം നൽകും. റബ്ബിന്റെ കലാം പഠിക്കാൻ നീ ഒരു ചെറിയ സമയം മാറ്റിവെച്ചാൽ പഠിച്ചു നോക്കൂ. നിങ്ങൾ മനഃപ്പാടമാക്കാൻ ശ്രമിച്ചു നോക്കൂ, അല്പമെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മദീനയിലെ മസ്ജിദിൽ നബി പറയുകയുണ്ടായി, ഇതാ ഇവിടെ നിന്ന് അല്പം മാത്രം ദൂരമുള്ള 2 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടേക്ക് പോയി 2 ഒട്ടകങ്ങൾ യാതൊരു തെറ്റും ചെയ്യാതെ, ഒരു കുടുംബ ബന്ധവും മുറിക്കാതെ, ഒരു ഹറാമൊന്നും ചെയ്യാതെ വെറുതെ അത് വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലായ്മയുണ്ടോ? ഒട്ടകങ്ങൾ എന്നാൽ അന്നത്തെ കാലത്തെ മുന്തിയ വലിയ വിലപിടിപ്പുള്ള മുതലാണ്. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കാണ് നബിയെ താല്പര്യമില്ലാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആ 2 ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, മുന്തിയ ഇനം ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ കിതാബ് ഈ മസ്ജിദിൽ വന്ന്, പള്ളിയിൽ വന്ന് 2 ആയത്തുകൾ പഠിക്കുക. 3 ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് 3 ആയത്തുകൾ പഠിക്കുക. അങ്ങനെ ഒട്ടകങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും അതിനേക്കാൾ ഖൈറാണ് ഈ കലാം പഠിക്കുക എന്ന് നിങ്ങൾ അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ പറയുകയുണ്ടായി, ദുനിയാവിലെ വലിയ വിഭവങ്ങൾ നൽകപ്പെട്ട, സമ്പത്ത് നൽകപ്പെട്ട പണക്കാരായ ആളുകളിലേക്ക്, അവർക്ക് അല്ലാഹു നൽകിയ ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളിലേക്ക് നീ നിന്റെ കണ്ണയച്ച് അതിലേക്ക് നോക്കിയിരുന്ന് അതിൽ ആശ വെച്ച് നീ നീങ്ങരുത്. വലഖദ് ആതൈനാക സബഅൻ മിനൽ മതാനി വൽ ഖുർആനൽ അദീം. അല്ലാഹു തൊട്ടുടനെ പറയുകയാണ്, വലഖദ് ആതൈനാക സബഅൻ മിനൽ മതാനി വൽ ഖുർആനൽ അദീം. കാരണം നിനക്ക് നാം 7 ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നൽകിയിരിക്കുന്നു, മഹത്തരമായ ഖുർആൻ നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റബ്ബ് പറയുകയാണ്, നബിയെ എന്തിന് താങ്കൾ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് നോക്കണം? താങ്കൾക്ക് നാം ഫാത്തിഹ നൽകിയിട്ടില്ലേ? ഈ മഹത്തരമായ ഖുർആൻ നൽകിയിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിനോളം വിലപ്പെട്ട മറ്റെന്തുണ്ട്? ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ഫീഹി ദിക്റുക്കും, അതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്. മുൻഗാമികൾ പറയുകയുണ്ടായി, ഐ ശറഫുക്കും, നിങ്ങളുടെ അഭിമാനവും ആഭിജാത്യവും നിങ്ങളുടെ എല്ലാ ആഢ്യത്വവും ഉള്ളത്, നിങ്ങളുടെ ഉയർച്ചയുള്ളത് ഈ ഖുർആൻ പഠിക്കുന്നതിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓരോരോ ആയത്തുകൾ, ഒരു 3 ആയത്ത്, ഒരു 5 ആയത്ത്, ഒരു പേജിന്റെ പകുതി അല്ലെങ്കിൽ ഒരു പേജ് പഠിച്ചു മുന്നോട്ട് പോയാൽ അത് നിങ്ങളുടെ ഗ്രാഹ്യശേഷി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ സാധിക്കുന്നതിന്റെ അധികം ആയത്തുകൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതലായി പഠിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ കലാം അങ്ങനെയാണ്. അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ആരുണ്ട് പഠിക്കാൻ? ഉണ്ട് മനഃപ്പാടമാക്കുക. അടുത്ത കാര്യം, 4ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഖുർആൻ ഉറ്റാലോചിക്കുക എന്നതാണ്. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുക. അതിനുള്ള വഴി ഖുർആനിന്റെ തഫ്സീർ മനസ്സിലാക്കുക എന്നതാണ്.
ഖുർആനിന്റെ ആശയം പഠിക്കുക, അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന്. ഖുർആൻ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്ന, പുത്തൻ വ്യാഖ്യാനങ്ങൾ അതിന് നൽകുന്ന ബിദ്അത്തിന്റെ, പുത്തനാചാരത്തിന്റെ, പുത്തനാശയത്തിന്റെ കക്ഷികളിൽ നിന്നല്ല. ഖുർആൻ അല്ലാഹു എന്തിനവതരിപ്പിച്ചു അതിന് നേരെ എതിര് ഖുർആനിന്റെ അർത്ഥമായി പറയുന്നവരുണ്ട്. അള്ളാഹുവിന്റെ കലാം അള്ളാഹു അവതരിപ്പിച്ചത് തന്നെ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജിന്നുകൾ ഈ ഖുർആൻ ആദ്യം കേട്ടപ്പോൾ അവർ പറയുകയുണ്ടായി, വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോട് ആരെയും പങ്കു ചേർക്കുകയില്ല. ഖുർആനിൽ ആദ്യത്തെ പാഠം തന്നെ അതാണ്, ഏറ്റവും വലിയ പാഠം അതാണ്. ദുആ അള്ളാഹുവിനോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. നീ നിന്റെ ഇബാദത്തിലെ ഒരു ഭാഗവും അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൂടാ. നാൾ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യദൂതനാണ്. ആ നബിയിൽ വിശ്വസിക്കാതെ ഇനി ഒരാൾക്കും രക്ഷയില്ല. എന്നാൽ ഈ ഖുർആനിന്റെ പാഠങ്ങൾക്ക് നേരെ എതിർ ഖുർആൻ ഓതി പറയുന്ന ഒരാൾ പറഞ്ഞാൽ, ഖുർആൻ ഓതി പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ സ്ഥിതി? അവനേക്കാൾ വഴികെട്ട മറ്റാരുണ്ട്? ശിർക്കിന് തെളിവ് ഖുർആനിൽ ഒരാൾ പറഞ്ഞാൽ എല്ലാ മതവും സത്യമാണ്, സർവ്വമത സത്യവാദത്തിന് ഒരാൾ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചാൽ അവനേക്കാൾ വഴികെട്ടവൻ മറ്റാരുണ്ട്? അവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട്? അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് എന്ന് ഖുർആനിൽ എത്ര തവണയാണ് അള്ളാഹു ചോദിച്ചത്? അതുകൊണ്ട് ഖുർആനിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുക. ഖുർആനിന്റെ തഫ്സീർ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലുണ്ട്. ഈ ഉമ്മത്തിലെ ആദിമ തലമുറ, സഹാബത്തും താബിഈകളും തബഉ താബിഈകളും അടങ്ങുന്ന ആദിമ തലമുറ ഖുർആനിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് പഠിക്കുകയും ഖുർആനിന്റെ അജായിബിലേക്ക്, അതിന്റെ അത്ഭുതത്തിലേക്ക് ഊളിയിട്ടിറങ്ങുകയും ചെയ്തു നോക്കൂ. ഖുർആനിന്റെ ഉദാഹരണങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഖുർആനിന്റെ ചരിത്ര പാഠങ്ങളിൽ നിങ്ങളൊന്ന് നിന്നു നോക്കൂ. നൂഹ് അലൈഹിസ്സലാമിന്റെ തലമുറയെ കുറിച്ച് പറയുന്നു. അത് ആ സമൂഹങ്ങളുടെ ഇടയിൽ പോയി നിന്നതുപോലെ നിനക്കത് ഓതിയാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അനുഭവപ്പെടും. ഹൂദ് അലൈഹിസ്സലാം ആദ് സമുദായത്തിന് താക്കീത് നൽകുമ്പോൾ നീ അവിടെ ഉള്ളതുപോലെ അള്ളാഹുവിന്റെ വിവരണത്തിലൂടെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അതാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് ആശ ജനിപ്പിക്കുന്നു, നരകത്തെ കുറിച്ച് പറഞ്ഞ് അവൻ ഭയമുണ്ടാക്കുന്നു. അവനത് പറഞ്ഞ് അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. യാ ഇബാദി ഫത്തഖൂൻ, ഓ എന്റെ അടിമകളെ എന്നെ നിങ്ങൾ സൂക്ഷിക്കൂ. അതിനുവേണ്ടി തന്നെ. അതുകൊണ്ട് ഖുർആൻ ആലോചിക്കുക. അള്ളാഹു ഖുർആനിൽ ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഖുർആനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ താളുകളിട്ട് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ കിതാബ്, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഖുർആനിനെ കുറിച്ച് അവർ ആലോചിക്കാനാണ്. ലിയദബ്ബറു ആയാതിഹി, ഈ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ, ഉറ്റാലോചന നടത്താനാണ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നവരെ, പഠിക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന, അവരെ ആശ്ചര്യപ്പെടുത്തുന്ന, അവരെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഖുർആനിൽ കാണാം. ഉറ്റാലോചിക്കുക. അതിന്റെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ സഹോദരങ്ങളെ 10 മടങ്ങ് ഫലമാണ് അതുകൊണ്ടുണ്ടാവുക. ഇമാം ഓതുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, മുസ്ഹഫ് ഓതുമ്പോൾ ഒരു പരിഭാഷകയില്ലാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചാൽ വലിയ ഫലമാണ് ഉണ്ടാവുക. അതിനെന്തു വേണം? ഖുർആൻ പഠിക്കുക. അതിന്റെ തഫ്സീർ പഠിപ്പിക്കപ്പെടുന്ന ദർസുകളും മറ്റും പരമാവധി കേൾക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അഹ്ലുസുന്നത്തിൽ നിന്ന്, ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നല്ല. ശിർക്കും ബിദ്അത്തുകളും ഖുർആൻ ഓതി പറയുന്നവരിൽ നിന്നല്ല. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, പക്ഷെ അവന്റെ വിശ്വാസം ഖുർആനിന് നേരെ എതിരാണ്. അങ്ങനെയുള്ളവരിൽ നിന്നല്ല. അതാണ് നമ്മുടെ അവസാനത്തെ പാഠം. ഖുർആനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ പാഠം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എന്താണത്? ഖുർആൻ പ്രാവർത്തികമാക്കുക എന്നതാണ്. അള്ളാഹു ഇത് അവതരിപ്പിച്ചതിന്റെ ആത്യന്തിക ലക്ഷ്യം ഇത് അമലാക്കുക എന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ യഹൂദി നസ്രാനികളെ പോലെ ആയിപ്പോകും. അള്ളാഹു അവരെ ഉപമിച്ചതാരോടാണ്? അസലുല്ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. തൗറാത്ത് നൽകപ്പെട്ട, അതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയായി പോയി. കാരണം അതിന്റെ പുറത്ത് എത്ര വലിയ തത്വങ്ങളും മൂല്യങ്ങളും എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ കെട്ടിവെച്ചാലും അതിൽ ഒരക്ഷരം പോലും ആ ജന്തു ഉൾക്കൊള്ളുകയില്ല. അങ്ങനെ നമ്മളായിക്കൂടാ. ചില സഹാബിമാർ നബിയോട് ചോദിച്ചു, നബിയെ, ഈ ഖുർആൻ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു, പിന്നെ എങ്ങനെ നമ്മൾ വഴിതെറ്റിപ്പോകും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദി നസ്രാനികളെ നിങ്ങൾ കാണുന്നില്ലേ, എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോയത്? തൗറാത്തും ഇഞ്ചീലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ, എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? അതുകൊണ്ട് ഖുർആൻ അമലാക്കുക.
ഖുർആനിന്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ഖുർആനിൽ പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഖുർആനിലെ മര്യാദകളാണ് നമ്മുടെ മര്യാദകൾ. നോക്കൂ നിങ്ങൾ, അതാണ് ഖുർആൻ അമല. അതിനാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ജീവിത പാഠം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഖുർആനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഈ ഉമ്മത്തിലെ ആദിമ തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും പിൻപറ്റുകയും ചെയ്യുക. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم وفقنا في هذا الشهر للصيام والقيام وقراءة القرآن وتقبل منا أعمالنا يا رب العالمين. صلى الله وسلم على نبينا محمد.